ഇടവം രാശി അല്ലെങ്കിൽ ഇടവക്കൂർ. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച മുതൽ തന്നെ തുടക്ക ദിവസമാണ്. പിന്നെ ആഴ്ചയിലെ അവസാനത്തെ 2 ദിവസങ്ങളും വളരെ ഗുണമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടവും പ്രവർത്തനത്തിലെ വിജയവും തന്നെയാണ് ഈ ആഴ്ചയിൽ ഇവർക്ക് പറയാവുന്ന പ്രധാന കാര്യം. പക്ഷേ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴും കണ്ടകശനിയുടെ ദോഷവശങ്ങൾ ഇടവം രാശിക്കാരെ അല്ലെങ്കിൽ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ പിന്തുടരുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ പെട്ടെന്ന് എന്തുകൊണ്ട് ഗുണം വന്നു, എനിക്ക് ഗുണം വരുന്നു എന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കഥയില്ല. കണ്ടക ശനിയുടെ ദോഷമുണ്ട്. അതുപോലെ 11ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും പണം കിട്ടാനുള്ള യോഗവും കാണുന്നു. 12ൽ നിൽക്കുന്ന വ്യാഴം ചിലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും, ചിലപ്പോൾ പണം തരാതെ ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ അവസ്ഥ കൂടി മനസ്സിൽ കണ്ടുകൊള്ളണം. ഒപ്പം തന്നെ അവർക്കിപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നത് ചൊവ്വയും ശുക്രനും ബുധനുമാണ്. അതും മോശമാണ്. അഷ്ടമം 7ാം ഭാവാധിപനാണ് 8ൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് അപകട സാധ്യതയോ രോഗ അവശതയോ വരാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും ഈ ആഴ്ചയുടെ തുടക്കത്തിലും അവസാനത്തിലും വരുമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഈ ഒരു നെഗറ്റീവ് വശം കൂടി മനസ്സിൽ കണ്ടുകൊള്ളണം. പ്രാർത്ഥിക്കുക ഓരോ ഉപാസനാമൂർത്തിയെയും. കൃത്യമായ ഫലം ദോഷഫലങ്ങൾ മാറുകയും കൃത്യമായ നല്ല ഫലം കിട്ടുകയും ചെയ്യും. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 21, 22 സായാഹ്നം വരെയും നല്ലതാണ്. പിന്നെ 25, 26, 27 ഉച്ചവരെയും ഗുണമുള്ള ദിവസങ്ങളാണ്.